ബേസിലും നസ്രീം കൂടി ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഹിറ്റാക്കിയ ഒരു കട ക്ലബ് ഷവായ റെസ്റ്റോറൻറ്റ്. നല്ല തിരക്കായിരുന്നു ഹൈപ്പ് കാരണം. ഇത്രയധികം തിരക്കുണ്ടായിട്ട് പോലും അവരുടെ ആ നീറ്റ്നെസ് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ഇത്രയധികം ഷവായ ഒന്നിച്ചുണ്ടാക്കുന്നത് കാണുന്നതും ആദ്യമായിട്ടാണ്. ഇത്രയും തിരക്കുണ്ടായിട്ടും ഇത്രയും വെയിറ്റിംഗ് ഉണ്ടായിട്ടും എനിക്ക് സിമ്പിളായിട്ട് സീറ്റ് കിട്ടി. കാരണം എന്താ, ഞാൻ ഒറ്റയ്ക്ക് വന്നവനാണ്ട. സിനിമാ തിയേറ്റർ ആണെങ്കിലും റെസ്റ്റോറൻറ്റ് ആണെങ്കിലും ഒറ്റയ്ക്ക് വന്നാൽ പെട്ടെന്ന് സീറ്റ് കിട്ടും. എന്തായാലും ആംബിയൻസും കിടു എടുത്ത് പറയേണ്ടത് തന്നെ. ഇവരുടെ മെയിൻ ഐറ്റം ഷവായാണ്. അത് തന്നെ 5 തരമുണ്ട്. അപ്പോൾ 5 വരവ് വരേണ്ടി വരും. അതിൽ തന്നെ ഇവരുടെ മസാല ഷവായാണ് ഏറ്റവും പോപ്പുലർ. അതുകൊണ്ട് അത് തന്നെ ഓർഡർ ചെയ്തു. എന്തായാലും ഇത് കൂടാതെ ഇഷ്ടംപോലെ അൽഫാം ഉണ്ട്. ഫാമിലി ആയിട്ട് കുറച്ച് വരവ് വരേണ്ടി വരും ഇതൊക്കെ കഴിച്ച് തീർക്കണമെങ്കിൽ. ഇത് കൂടാതെ മട്ടൻ മന്തി, ബീഫ് മന്തിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വീട്ടുകാരായിട്ട് വരണം. ഇത് കൂടാതെ ബ്രോസ്റ്റ് എന്ന് കണ്ടു, പക്ഷേ ഐ ഡൗട്ട് ഇറ്റ് ഇസ് ഫ്രൈഡ് ചിക്കൻ. ഓർഡർ ചെയ്ത് 5 മിനിറ്റിൽ തന്നെ സാധനം വന്നു. ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ബെസ്റ്റ്. റുമാലി റൊട്ടി കുറേ കാലങ്ങൾക്ക് ശേഷം പേരെന്ന പോലെ കർച്ചീഫ് എന്നുള്ള രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിഡു റുമാലി റൊട്ടി. ഞെട്ടിച്ചു തന്നെ. റുമാലി റൊട്ടി എന്നുള്ള പേരിനോട് അവർ നീതി പുലർത്തി. സന്തോഷം. ഇത് കഴിഞ്ഞാൽ മസാല ഷവയിലേക്ക് കൈയിട്ടു. കൈ പൊള്ളി ഊപ്പാടിളകിപ്പോയി. തളരരുത് രാമൻകുട്ടി, എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല. എടുത്ത് കഴിച്ചു നോക്കി. സത്യം പറയാലോ, ഇത്രയും കിഡു വെന്ത ചിക്കൻ ഞാൻ മെഹറബ് മന്തി, അറേബ്യൻ പാലസ്, പ്ലേറ്റഡ് ഇത്ര സ്ഥലങ്ങളിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. അത്രയും കിടലായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ടേസ്റ്റോ വേറെ ലെവൽ. ഇപ്പം മനസ്സിലായല്ലോ എത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ വേറെ കൂടുതലൊന്നും പറയണമെന്നില്ല. അതുകൊണ്ട് ഞാൻ രണ്ടാമതൊരു പീസും കൂടെ ഞാൻ ക്വാർട്ടർ ഓർഡർ ചെയ്തു. ലൈറ്റായിട്ട് ക്വാർട്ടർ ഷവായ കഴിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് വന്ന ഞാൻ ഹാഫ് ഷവായ കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. ഞാനിവിടെ എന്തായാലും കുറച്ച് വരവ് വരും. എന്നെ അത്രയ്ക്ക് ഇമ്പ്രസ് ചെയ്തു എന്നുള്ള സത്യം ഞാനിവിടെ തുറന്നു പറയുകയാണ്. പൊതുവേ ഭയങ്കര ഹൈപ്പും തിരക്കൊക്കെ വരുമ്പോഴേക്കും ഫുഡ് കുളമായി പോകാറാണ് പതിവ്. പക്ഷേ ഇത് ചീറ്റിപ്പോയില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഭക്ഷണം ഓരോരുത്തർക്കും ഒരേപോലെ തന്നെയാണ്. എനിക്കിത് ഭയങ്കര വേറെ ലെവലായിട്ട് തോന്നി. ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നണമെന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് പോയി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ തെറി പറയാൻ വരരുത്. പിന്നെ സൈഡിൽ ഇരിക്കുന്ന സാധനം എനിക്കിഷ്ടമാണ്. വല്ലപ്പോഴും ഇപ്പോൾ ഞാൻ കുടിക്കാറുള്ളൂ. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത് വന്ന പീസും നല്ല അസലായിട്ട് ഞാൻ വെന്തിട്ടുണ്ടായിരുന്നു. ഓരോ ചെറിയ എല്ല് വീതം അതിനകത്ത് ഊരിയെടുക്കാൻ പാകത്തിന് നല്ല വെന്ത് കിടുവായിട്ട് ഇരുന്ന് വെച്ച് ഈ സാലഡ് ഒരു പ്ലെൻറ്റി തരും. റൈസും അൺലിമിറ്റഡ് ആണ്. പക്ഷേ ഞാൻ റൈസ് ഇന്ന് കഴിച്ചില്ല. വേറെ ദിവസം വന്ന് ഞാൻ കഴിച്ചു നോക്കി. അത് അപ്പുറമായിട്ട് വീഡിയോ ആയിട്ട് ഇടാം. തക്കാളി ചട്നി, ബീട്രൂട്ട് ചട്നി, പിന്നെ മയണൈസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും ആവശ്യം വന്നില്ല. ഇതാണ് വാഷ്റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആംബിയൻസ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുഡും എനിക്ക് അഫോർഡബിൾ ആയിട്ട് ഫീൽ ചെയ്തു. നല്ലൊരു ഹ്യൂജ് സീറ്റിംഗ് ഏരിയ ഉണ്ട് അടിയിലും മുകളിലുമായിട്ട്. വെയിറ്റിംഗ് ഏരിയയും പുറത്തുണ്ട്. കാവയൊക്കെ കൊടുക്കുന്നുണ്ട് അവർ. എന്തായാലും വീണ്ടും നിറച്ച ആളായിരുന്നു ഞാൻ ഇറങ്ങുമ്പോൾ പോലും. ഈ എക്സ്പീരിയൻസ് കിടുവായതുകൊണ്ട് ഞാൻ ഒന്നും കൂടി അടുത്ത ദിവസം പോയി. അത് വേറെ വീഡിയോ ഇട്ടാം.